സംസ്ഥാനത്തെ ആരോഗ്യമേഖല നമ്പർ 1 എന്ന് പറയുമ്പോഴും ഈ പ്രശ്നങ്ങൾക്കും പരാതികൾക്കും ഒട്ടും കുറവില്ല. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ തുറന്നു പറച്ചിൽ തുടക്കമിട്ടിരിക്കുന്നത് ഒരു ശുദ്ധി കലശത്തിനാണ്. ഈ സമ്പന്നർ മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്കായി കൊതിക്കുന്നു എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇനി 10 ദിവസം സംസ്ഥാനത്ത് ഉണ്ടാകില്ല. അദ്ദേഹം ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ നിരവധി വാർത്തകളുള്ള ഒരു ദിനമാണ് ഇന്ന്. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് സന്ദർശിക്കും. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം തുടരുന്നു. കുടുംബത്തിന് ധനസഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് കൈമാറും. നിർമ്മാണത്തിലെ അപാകതകൾ മൂലം 17 വർഷം മാത്രം പഴക്കമുള്ള പത്തനംതിട്ട സർക്കാർ ജനറൽ ആശുപത്രി കെട്ടിടം അപകടാവസ്ഥയിൽ. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മരണം റിപ്പോർട്ട് ചെയ്തതോടെ മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. പാലക്കാട്ടെ രോഗിയുടെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചു. സമ്പർക്ക പട്ടികയിലുള്ള 345 പേർ കർശന നിരീക്ഷണത്തിൽ. ഗാസയിൽ 60 ദിവസത്തെ വെടിനിർത്തലിന് അനുകൂല പ്രതികരണവുമായി ഹമാസ്. അടിയന്തര ചർച്ചയ്ക്ക് തയ്യാറെന്ന പ്രസ്താവന. മധ്യസ്ഥ ചർച്ചകളിൽ പങ്കാളികളായ ഈജിപ്തിനെയും ഖത്തറിനെയും പ്രതികരണം അറിയിച്ചു. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ചിത്രം ഇന്ന് ഹൈക്കോടതി കാണും. കൊച്ചിയിൽ ജഡ്ജിക്കായി പ്രത്യേക പ്രദർശനം. ഹൈക്കോടതി നടപടി. സെൻസർ ബോർഡ് സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകാത്ത സാഹചര്യത്തിൽ. പ്രദർശനാനുമതി സംബന്ധിച്ച അന്തിമ തീരുമാനം ബുധനാഴ്ച. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പുറപ്പെട്ടു. ഭാര്യ കമലയും മുഖ്യമന്ത്രിക്കൊപ്പം. മയോ ക്ലിനിക്കിൽ 10 ദിവസം തുടർ ചികിത്സ. പകരം ചുമതല ആർക്കുമില്ല. ടിക്കറ്റ് കൗണ്ടറിൽ ഡിജിറ്റൽ പണമിടപാട് നിർബന്ധമാക്കി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. ടിക്കറ്റിന് പണം നൽകാവുന്നത് വെൻഡിംഗ് മെഷീനിലൂടെ മാത്രം. റെയിൽവേയുടേത് സാധാരണക്കാരെ ദുരിതത്തിലാക്കുന്ന നടപടിയെന്ന് യാത്രക്കാർ. വാർത്തകൾ വിശദമായി നോക്കിയാൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ മരിച്ച ബിന്ദുവിന്റെ വീട് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് സന്ദർശിക്കും. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം തുടരുകയാണ്. കുടുംബത്തിന് ധനസഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് കൈമാറും. വിശദാംശങ്ങളുമായി ദേവിക ചേരുകയാണ്. ദേവിക, ഈ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വലിയ പ്രതിഷേധങ്ങൾക്കാണ് സംസ്ഥാനം സാക്ഷിയായത്. ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? കൂടാതെ ആരോഗ്യമന്ത്രി ബിന്ദുവിന്റെ വീട് സന്ദർശിക്കുമെന്ന റിപ്പോർട്ടുകളും വരുന്നു. ആരോഗ്യമന്ത്രിക്ക് ഇപ്പോൾ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെ പ്രതിഷേധ നടപടികളാകും പ്രതിപക്ഷം സ്വീകരിക്കുക? വിശദാംശങ്ങൾ. ഐശ്വര്യ, ഇത്തരത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് ഒരാൾ മരിച്ച സംഭവത്തിൽ സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ പ്രതിഷേധം കനക്കുന്ന ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഈ പ്രതിഷേധങ്ങൾക്കിടയിൽ ഇന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഈ ബിന്ദുവിന്റെ വീട് സന്ദർശിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബിന്ദുവിന് ധനസഹായം നൽകുന്നത് സംബന്ധിച്ച റിപ്പോർട്ട് ഈ കോട്ടയം ജില്ലാ കളക്ടർ ജോൺ സാമുവേൽ തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് കൈമാറും. അതേ തുടർന്നായിരിക്കും, ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് ധനസഹായമാണ് നൽകുക എന്നതിൻ്റെ ഒരു തീരുമാനം വരിക. വെള്ളിയാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിലായിരിക്കും ഇതിന്റെ അന്തിമ തീരുമാനം ഉണ്ടാവുക. എന്തായാലും സംസ്ഥാന വ്യാപകമായി ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസവും പത്തനംതിട്ടയിലെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കുടുംബ വീട്ടിലേക്ക് അടക്കം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും BJP പ്രവർത്തകരുമെല്ലാം പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. തിരുവനന്തപുരത്തും കഴിഞ്ഞ ദിവസത്തിൽ പ്രതിഷേധം ശക്തമായിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുന്ന ആശാപ്രവർത്തകർ ആരോഗ്യവകുപ്പിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കോലമൊക്കെ ഇന്നലെ കത്തിച്ചിരുന്നു. എന്തായാലും ഇന്നും ഈ പ്രതിഷേധ പരിപാടികൾ തുടർന്നു പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് 11 മണിയോടെ ഈ ആരോഗ്യമന്ത്രിയുടെ തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഐശ്വര്യ. ദേവിക, മറ്റൊരു കാര്യം, നമ്മൾ തിരുവനന്തപുരത്തേക്ക് തന്നെ വരികയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ആ ഒരു തുറന്നു പറച്ചിലിൽ ആരോഗ്യവകുപ്പ് ഇന്ന് തുടർ നടപടികൾ സ്വീകരിച്ചേക്കും. ഈ ഒരു റിപ്പോർട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ തള്ളാതെയും കൊള്ളാതെയും ഉള്ളൊരു റിപ്പോർട്ടാണ്. അതായത് ഒരു നടപടി ഉണ്ടാകില്ല, പക്ഷേ ഒരു താക്കീതെങ്കിലും ഉണ്ടാകുമല്ലേ?
തീർച്ചയായിട്ടും അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ യൂറോളജി വിഭാഗത്തിലുള്ള ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ് അടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയത്. അത് വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കുമൊക്കെ വഴിവെച്ചിരുന്നു. തുടക്കത്തിൽ ഇതിനെ പ്രതിരോധിക്കാൻ സർക്കാർ ശ്രമിച്ചിരുന്നു. എന്തായാലും പ്രതിഷേധം രൂക്ഷമായതോടുകൂടി ഇത്തരത്തിലൊരു ശസ്ത്രക്രിയ ഉപകരണങ്ങളെ ലഭ്യതക്കുറവ് അടക്കമുള്ള കാര്യങ്ങൾ ഇദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉന്നയിച്ചതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ ഇത്തരത്തിൽ ഈ വിദഗ്ധ സമിതി ഈ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനാണ് ഈ റിപ്പോർട്ട് കൈമാറിയിട്ടുള്ളത്. ആരോഗ്യമന്ത്രി ഇതിൽ എന്ത് നിലപാടെടുക്കും എന്നതാണ് ഇനി നിർണായകം. ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയത് സർവീസ് ചട്ടലംഘനമാണ് എന്നാണെങ്കിൽ കൂടി അദ്ദേഹത്തിനെതിരെ ഒരു നടപടിക്ക് ഈ റിപ്പോർട്ടിലും ശുപാർശ നൽകിയിട്ടില്ല. ആരോഗ്യമന്ത്രിയുടെ നിലപാട് അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന്റെ നിലപാട് എന്തായിരിക്കും എന്നതാണ് ഇനി ഏറ്റവും നിർണായകമായ കാര്യം. കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ സാധ്യത വളരെ കുറവാണ്. സർവീസ് ചട്ട ലംഘനങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണമെന്നൊരു മുന്നറിയിപ്പ് നൽകാനാണ് സാധ്യതയുള്ളത്. എന്തായാലും ഈ ഹാരിസ് ചിറക്കലിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചിരുന്നത്. ഐശ്വര്യ, ഈ ഡോക്ടർമാരുടെ സംഘടനയും ഈ ഡോക്ടർക്കെതിരെ ഇവിടെയുള്ള അപാകതകൾ ചൂണ്ടിക്കാണിച്ചതുകൊണ്ട് ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ ഒരു നടപടി വന്നാൽ തങ്ങൾ ഡോക്ടറോടൊപ്പമായിരിക്കും നിലകൊള്ളുക എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി ദേവിക സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ വലിയൊരു നടപടിയൊന്നും ഉണ്ടാകില്ല. ഒരു താക്കീതിൽ ഒതുക്കാനാണ് സാധ്യത. കാരണം അങ്ങനെയൊരു നടപടിയിലേക്ക് കടക്കുകയാണെങ്കിൽ പ്രതിപക്ഷം വെറുതെ ഇരിക്കില്ല. കൂടാതെ ഡോക്ടർമാരുടെ സംഘടനയും അതിനെതിരെ രംഗത്ത് വരുമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് മറ്റ് നടപടികളൊന്നും ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ദേവിക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മരണം റിപ്പോർട്ട് ചെയ്തതോടെ 3 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ ജാഗ്രതയാണ്. പാലക്കാട്ടെ രോഗിയുടെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചു. സമ്പർക്ക പട്ടികയിലുള്ള 345 പേർ കർശന നിരീക്ഷണത്തിലാണ്. വിശദാംശങ്ങളുമായി ചേരുന്നത് വർഷയാണ്. വർഷ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനം വീണ്ടും ഒരു നിപ്പ ഭീതിയിലേക്ക് കടക്കുകയാണ്. ഒരു ഭീതിയൊന്നും വേണ്ട, ഒരു ജാഗ്രത മതി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ആരോഗ്യ വകുപ്പ് നൽകിയിരിക്കുന്നത്? അതെ ഐശ്വര്യ സൂചിപ്പിച്ച പോലെ ഭയം വേണ്ട, ആശങ്ക വേണ്ട, ജാഗ്രത മതി എന്നുള്ള കാര്യമാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം കഴിഞ്ഞ മാസം മലപ്പുറം സ്വദേശിയായ 42കാരിക്ക് നിപ്പ സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ അവർ നിപ്പ നെഗറ്റീവ് ആയെങ്കിലും ഇപ്പോഴും അബോധാവസ്ഥയിൽ തുടരുകയാണ്. എന്നാൽ അന്ന് മറ്റാർക്കും നിപ്പ സ്ഥിരീകരിച്ചില്ല എന്നുള്ളത് വലിയ ആശ്വാസമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഇപ്പോൾ മലപ്പുറത്ത് നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മലപ്പുറം മങ്കട സ്വദേശിയായ 18കാരിയാണ് നിപ്പ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരണപ്പെട്ടത്. അതോടൊപ്പം തന്നെ പാലക്കാട് സ്വദേശിയായ 38കാരി നിപ്പ ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നു എന്നുള്ളതുമാണ് ആശങ്ക നൽകുന്ന കാര്യം. ഇങ്ങനെ 2 നിപ്പ കേസുകളാണ് ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം എറണാകുളം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളായിരുന്നു മുമ്പ് നിപ്പ സ്ഥിരീകരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പാലക്കാട് കൂടി സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് വളരെ ആശങ്ക നൽകുന്ന കാര്യം. എന്തായാലും ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. 3 ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ 38കാരിയുടെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ 18കാരി സഞ്ചരിച്ചിടങ്ങളിലെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെ മക്കട, കുറുവ, മക്കരപ്പറമ്പ, കൂട്ടിലങ്ങാടി തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് കണ്ടെയ്ൻമെന്റ് സോണുകളായി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെയുള്ളവരോടൊന്നും വലിയ രീതിയിൽ സമ്പർക്കം, അതായത് ആളുകൾ കൂടിയിടങ്ങളിലേക്കൊന്നും പോകരുതെന്നുള്ള കാര്യം ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ ജാഗ്രതാ നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. ആകെ 345 പേരാണിപ്പോൾ ഈ 2 പേരുടെയുമായുള്ള സമ്പർക്ക പട്ടികയിലുള്ളത്. അതിൽ മലപ്പുറത്ത് 211 പേരും, പാലക്കാട് 91 പേരും, കോഴിക്കോട് 43 പേരുമാണ്. കോഴിക്കോടുള്ളവരെല്ലാം ആരോഗ്യ പ്രവർത്തകരാണ്. 18കാരിയെ ചികിത്സിച്ച മെഡിക്കൽ കോളേജിലെ ആരോഗ്യ പ്രവർത്തകരാണ് ഈ 43 പേരും എന്നുള്ളതാണ്. കോഴിക്കോട് ജില്ലയിലെ മറ്റ് ഭാഗങ്ങളിലൊന്നും കണ്ടെയ്ൻമെന്റ് സോണൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ഈ ആരോഗ്യ പ്രവർത്തകർ ആരോഗ്യ മേഖലയിലാണ് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം പാലക്കാട്, മലപ്പുറം തുടങ്ങിയ ഇടങ്ങളിലാണ് കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ ഒരു ആശങ്ക തന്നെയായി മാറുന്നുണ്ട് എന്നതാണ്. നമ്മൾ ഭീതി വേണ്ട എന്ന് പറയുമ്പോഴും നമ്മൾ എല്ലാ കരുതലുകളും എടുക്കേണ്ടതുണ്ട്. കാരണം മുമ്പ് നിപ്പ സ്ഥിരീകരിച്ചപ്പോഴെല്ലാം നമ്മൾ കണ്ടതാണ് മരണസംഖ്യ വളരെ കൂടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത, വലിയൊരു മുൻകരുതൽ ഇതിന് എടുക്കേണ്ടതുണ്ട്. നമ്മൾ മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെയുള്ള എല്ലാ സുരക്ഷാ നടപടികളും എടുക്കേണ്ടതുണ്ട്. എന്തായാലും ആരോഗ്യവകുപ്പ് വളരെ ജാഗ്രതയിലാണ്. ശരി, വർഷ സൂചിപ്പിച്ചതുപോലെ ഭയം വേണ്ട, ജാഗ്രത മതി, മുൻകരുതലുകളും സ്വീകരിക്കുക. കാരണം ഒരു നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യം ഉണ്ടായപ്പോൾ അതൊക്കെ നമ്മൾ തരണം ചെയ്ത ആളുകളാണ്. ഇതും അതുപോലെ തന്നെയാണ്. ജനങ്ങൾ ഈ ജാഗ്രത പാലിക്കുക, ഈ തരുന്ന നിർദ്ദേശങ്ങളെല്ലാം പാലിക്കുക.
ഇനി മറ്റൊരു റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ നിർമ്മാണത്തിലെ അപാകതകൾ മൂലം 17 വർഷം മാത്രം പഴക്കമുള്ള ആശുപത്രി കെട്ടിടം അപകടാവസ്ഥയിൽ. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മണ്ഡലത്തിലെ സർക്കാർ ജനറൽ ആശുപത്രി കെട്ടിടമാണ് അപകടാവസ്ഥയിൽ നിലകൊള്ളുന്നത്. 4 വർഷം മുൻപ് ബലക്ഷയം കണ്ടെത്തിയെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് ഇപ്പോഴാണ്. ഈ പൊളിക്കാനിട്ടിരിക്കുന്ന കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ പ്രധാന ബ്ലോക്കായ ബിയാൻസി കെട്ടിടമാണ് അപകടഭീതി സൃഷ്ടിക്കുന്നത്. 4 നിലകളായുള്ള ഈ കെട്ടിടത്തിൽ ഗൈനക്കോളജി, കുട്ടികളുടെ വാർഡ്, ICU എന്നിവ പ്രവർത്തിക്കുന്നു. കെട്ടിടത്തിന്റെ തൂണുകളിൽ കോൺക്രീറ്റ് പൊട്ടിമാറി ദ്രവിച്ച കമ്പികൾ കാണാം. ഏറ്റവും മുകളിലുള്ള ഓപ്പറേഷൻ തിയേറ്ററിൽ ശുചിമുറിയുടെ ഭാഗത്ത് ചോർച്ചയുണ്ട്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ബിയാൻസി ബ്ലോക്കിൽ മേൽക്കൂര അടർന്നു വീണ് ഗർഭിണിയും ഭർത്താവും തലനാരിഴയ്ക്കാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. ബിയാൻസി കെട്ടിടത്തിന്റെ ബലക്ഷയം ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾക്ക് ഇടവരുത്തിയേക്കുമെന്ന് ആശുപത്രി വികസന സമിതി അംഗം മുഹമ്മദ് അൻസർ പറയുന്നു. ഞങ്ങളെല്ലാം കാലാകാലമായി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ രാഷ്ട്രീയം മറന്നുകൊണ്ട് രോഗികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി ഇവിടെ തകർച്ചയിലായിരിക്കുന്ന ബിയാൻസി ബ്ലോക്ക് ഉടൻ തന്നെ നിർമ്മിക്കാൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് രോഗികളുടെ ജീവന് സംരക്ഷണം കൊടുക്കുന്ന ഒരു നടപടി ഇവിടുത്തെ അധികാരികളുടെ ഭാഗത്തുണ്ടായില്ലെങ്കിൽ ആരോഗ്യ മേഖല കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തത്തിന് പത്തനംതിട്ട ദേവസ്വത്തിന് സാക്ഷ്യമുണ്ട്. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പുറത്ത് പൊളിക്കാനിട്ടിരിക്കുന്ന കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും ഇപ്പോഴും ഉപയോഗിക്കുന്നു എന്നത് അപകടഭീതി സൃഷ്ടിക്കുകയാണ്. ആശുപത്രിയിലെ പ്രധാന ലിഫ്റ്റ് സംവിധാനവും പ്രവർത്തനരഹിതം. ആശുപത്രിയുടെ അറ്റകുറ്റപ്പണികൾക്കായി നിലവിൽ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് ഉപകരണങ്ങൾ മാറ്റിയിരിക്കുകയാണ്. പുതിയ കെട്ടിടത്തിന്റെ പണി എന്ന് തീരുമെന്ന് വ്യക്തമില്ലാത്തതിനാൽ പുതിയ കെട്ടിടം സാധ്യമാക്കും വരെ ജനറൽ ആശുപത്രിയിലെത്തുന്ന രോഗികളും കൊട്ടിരിപ്പുകാരും ഭയാശങ്കയോടെ തന്നെ തുടരേണ്ടി വരും. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഈ കോട്ടയത്ത് മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ വീട്ടമ്മ മരിച്ചതിന്റെ ഒരു വിവാദം കത്തി നിൽക്കെ ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പുറപ്പെട്ടു. ഭാര്യ കമലയ്ക്കൊപ്പം പുലർച്ചെ 4 മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നാണ് യാത്ര തിരിച്ചത്. മുൻപ് മുഖ്യമന്ത്രി US-ലെ പ്രശസ്തമായ മയോ ക്ലിനിക്കിൽ ചികിത്സ തേടിയിരുന്നു. തുടർ ചികിത്സകളുടെ ഭാഗമായാണ് ഇപ്പോഴത്തെ യാത്ര. 10 ദിവസത്തെ ചികിത്സയാണ് നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ സംസ്ഥാനത്തെ ഭരണ നിയന്ത്രണത്തിന് മറ്റ് മന്ത്രിമാരെ ആരെയും താൽക്കാലികമായി ചുമതലപ്പെടുത്തിയിട്ടില്ല. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ചിത്രം ഇന്ന് ഹൈക്കോടതി കാണും. കൊച്ചിയിൽ ജഡ്ജിക്കായി പ്രത്യേക പ്രദർശനം. ഹൈക്കോടതി നടപടി സെൻസർ ബോർഡ് സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകാത്ത സാഹചര്യത്തിലാണ് ഈ ഒരു പ്രദർശനാനുമതി സംബന്ധിച്ച അന്തിമ തീരുമാനം ബുധനാഴ്ചയുണ്ടാകും. വിശദാംശങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേരുകയാണ്. രാജേഷ്, ഒരു അസാധാരണ നടപടിയിലേക്കാണ് കോടതി കടക്കുന്നത്. ഇന്ന് ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം ജഡ്ജി തീരുമാനമെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴാകും ഈ ഒരു സിനിമാ പ്രദർശനം? ഐശ്വര്യ, ഇന്ന് 11 മണിയോടുകൂടി ന്യായാധിപർ ഉൾപ്പെടുന്ന സെൻസർ ബോർഡ് അംഗങ്ങളും ന്യായാധിപനും ഉൾപ്പെടുന്ന ഒരു സംഘം ഈ സിനിമ നേരിട്ട് കണ്ട് വിലയിരുത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രധാനമായും സെൻസർ ബോർഡിന്റെ ബാലിശമെന്ന് തോന്നിക്കാവുന്ന ഒരു പിടിവാശി, ആ പിടിവാശി എന്തിന് എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ചോദ്യം. ജാനകി എന്ന പേര് ഒരു കഥാപാത്രത്തിന് ഇട്ടാൽ എന്താണ് കുഴപ്പം എന്ന് കോടതി ആവർത്തിച്ച് ചോദിക്കുമ്പോഴും സെൻസർ ബോർഡിന് വ്യക്തമായ ഒരു മറുപടി അല്ലെങ്കിൽ നീതിയുക്തമായ ഒരു മറുപടി നൽകുവാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഹർജിക്കാർ തന്നെയാണ്, നിർമ്മാതാക്കളായ ഹർജിക്കാർ തന്നെയാണ് കോടതി ഈ ചിത്രം ഒന്ന് കണ്ടിട്ട് വിലയിരുത്തണം എന്ന് ആവശ്യപ്പെട്ടത്. ആദ്യം ഇങ്ങനെ ഒരു ആവശ്യം വന്നുവെങ്കിലും കോടതി അത് അപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. പക്ഷെ പിന്നീട് സെൻസർ ബോർഡ് കാരണം പറയാതെ തന്നെ ഈ ജാനകി എന്നുള്ള പേര് മാറ്റണം എന്ന റിവ്യൂ കമ്മിറ്റി കൂടി പറഞ്ഞപ്പോൾ കോടതി എന്നാൽ ചിത്രം കണ്ടുകളയാം എന്ന് തീരുമാനിക്കുകയായിരുന്നു. സെൻസർ ബോർഡിന്റെ ഈ പിടിവാശി എന്തിന്, അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്ത് വർഗീയ പ്രശ്നമോ അല്ലെങ്കിൽ എന്ത് സാമുദായിക പ്രശ്നമാണോ ഉണ്ടാകുന്നത്? ഈ പേര് കൊണ്ട് ആരുടെ മതവികാരമാണ് വ്രണപ്പെടുന്നത്? കഥാപാത്രത്തിന് ഒരു പേര് നൽകുന്നത് അത് ആ കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, അത് മൗലികാവകാശമാണ്. അതിനെ സെൻസർ ബോർഡിനെ എങ്ങനെ ഈ രീതിയിൽ തടയാനാവും? ഇതൊക്കെ കോടതി ഈ ഹർജി പരിഗണിക്കുമ്പോഴൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ സെൻസർ ബോർഡിന് വ്യക്തമായ ഒരു മറുപടി നൽകാൻ പറ്റില്ല, നൽകിയിട്ടില്ല. ഈ പേര് ഉപയോഗിക്കാൻ പാടില്ല, അത് ചിത്രത്തിൽ അങ്ങനെ ഒരു പേര് ഉപയോഗിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് സെൻസർ ബോർഡ് പറയുന്നത്. എന്നാൽ ഹൈക്കോടതി പിന്നെയും പല ഘട്ടത്തിലും ചോദിച്ചു,
ഇതൊരു ഒരു നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു സ്ത്രീയുടെ കഥാപാത്രം എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അങ്ങനത്തെ കഥാപാത്രത്തിന് ജാനകി എന്ന് പേരിട്ടാൽ എന്താണ് കുഴപ്പം? അത് നല്ലതല്ലേ എന്ന് വരെ കോടതി ചോദിച്ചു. എന്നിട്ടും സെൻസർ ബോർഡ് അവരുടെ പിടിവാശിയിൽ നിന്ന് അഴയുന്നില്ല. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി, സാധാരണഗതിയിൽ ഹൈക്കോടതി സെൻസർ ബോർഡിന്റെ അധികാരത്തിൽ ഇടപെടാറില്ല. ഇത്തരത്തിലുള്ള പല ഹർജികളും ഇതിനു മുൻപ് ഹൈക്കോടതി വന്നപ്പോഴൊന്നും കോടതി സെൻസർ ബോർഡിന്റെ തീരുമാനത്തിൽ തന്നെ വിടുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ ഈ കാര്യത്തിൽ സെൻസർ ബോർഡ് നിയമപരമായി യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു വാദമാണ് ഉന്നയിക്കുന്നതെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് തന്നെ കോടതി ഇതിൽ ഇടപെടാൻ തീരുമാനിക്കുകയായിരുന്നു. ഏതായാലും കോടതി ചിത്രം നേരിട്ട് കണ്ടിട്ട് ഈ പേരും കഥാപാത്രവും എങ്ങനെയാണ് മറ്റുള്ള ആരുടെയെങ്കിലും വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതെന്ന് വിലയിരുത്തിക്കൊണ്ട് പേരിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഐശ്വര്യ. ശരി, രാജേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുകയാണ്. ട്രിനിഡാഡ് സന്ദർശനം പൂർത്തിയാക്കിയ മോദി അർജന്റീനയിലാണ്. അർജന്റീനിയൻ പ്രസിഡന്റ് ഹാവിയർ മിലെയുമായി മോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പ്രതിരോധം, കൃഷി, എണ്ണ, പ്രകൃതിവാതകം, വ്യാപാരം എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള കരാറുകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവച്ചേക്കും. 6, 7, 8 തീയതികളിൽ ബ്രസീലിൽ സന്ദർശനം നടത്തുന്ന മോദി ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഭീകരവാദത്തിനെതിരെ യോഗത്തിൽ സംയുക്ത പ്രസ്താവന ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. 9-ന് നമീബിയയും സന്ദർശിച്ച ശേഷം പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് മടങ്ങും. ഗാസയിലെ വെടിനിർത്തലിന് അനുകൂല നിലപാട് അറിയിച്ച് ഹമാസ്. അമേരിക്ക മുന്നോട്ട് വെച്ച 60 ദിവസത്തെ വെടിനിർത്തലിനോടാണ് ഹമാസ് അനുകൂലമായി പ്രതികരിച്ചത്. മധ്യസ്ഥ ചർച്ചകളിൽ പങ്കാളികളായ ഖത്തറിനെയും ഈജിപ്തിനെയും നിലപാട് അറിയിച്ചതായാണ് റിപ്പോർട്ട്. സമാധാന ശ്രമങ്ങളും മറ്റു കാര്യങ്ങൾക്കും ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് ഹമാസ് പ്രസ്താവനയിൽ പറയുന്നു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ പരാജയപ്പെട്ടാൽ വീണ്ടും യുദ്ധം ആരംഭിക്കില്ല എന്ന് അമേരിക്ക വാഗ്ദാനം ചെയ്യണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതിനോട് ഇസ്രായേലും അമേരിക്കയും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം UAE ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യായർ ലാപ്പിഡുമായി കൂടിക്കാഴ്ച നടത്തി. ഗാസ മുനമ്പിലെ വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും UAEയും ഇസ്രായേലും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം സംബന്ധിച്ച വിഷയങ്ങളും അബുദാബിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഗാസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം ഷെയ്ഖ് അബ്ദുള്ള ചർച്ചയിൽ സൂചിപ്പിച്ചു. മേഖലയിൽ സംഘർഷം രൂക്ഷമാകാതിരിക്കാനുള്ള രാജ്യാന്തര ശ്രമങ്ങൾക്ക് UAEയുടെ പിന്തുണ തുടരുമെന്നും ഷെയ്ഖ് അബ്ദുള്ള വ്യക്തമാക്കി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് കൗണ്ടറിൽ ഡിജിറ്റൽ പണമിടപാട് നിർബന്ധമാക്കി. ATVM ടിക്കറ്റ് മെഷീനിലൂടെ മാത്രമാണ് പണം നൽകി ടിക്കറ്റ് നൽകുന്നുള്ളൂ. സാധാരണക്കാരെ ദുരിതത്തിലാക്കുന്നതാണ് റെയിൽവേയുടെ നടപടിയെന്ന് യാത്രക്കാർ പറയുന്നു. ടിക്കറ്റ് കൗണ്ടറിലൂടെ പൂർണ്ണമായും ഡിജിറ്റൽ പേയ്മെൻറ്റ് മാത്രമാണിപ്പോൾ അനുവദിക്കുന്നത്. സെക്കൻഡ് ക്ലാസ് ടിക്കറ്റുകൾ ATVM ടിക്കറ്റ് മെഷീനിലൂടെ പണം നൽകിയെടുക്കാം. AC, സ്ലീപ്പർ ടിക്കറ്റുകളൊന്നും തന്നെ ഡിജിറ്റൽ മാർഗത്തിലൂടെയല്ലാതെ നൽകുന്നില്ല. ഓൺലൈനായി പണമടച്ചില്ലെങ്കിൽ ടിക്കറ്റ് നൽകാനാവില്ലെന്ന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് കൗണ്ടറിലെ ജീവനക്കാർ പറയുന്നു. എൻക്വയറി വിഭാഗവും ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഡിജിറ്റൽ മാത്രമേ ഉള്ളൂ, പിന്നെ ക്യാഷിൽ ടിക്കറ്റ് ഇല്ലേ, ഡിജിറ്റൽ മാത്രമേ എടുക്കുകയുള്ളൂ. ക്യാഷിന് അനുവദിക്കില്ല. ഡിജിറ്റൽ പേയ്മെന്റ് വശമില്ലാത്തവരും പ്രായമായവരുമൊക്കെയാണ് ഏറെ ബുദ്ധിമുട്ടുന്നത്. ഇപ്പോൾ പൂർണ്ണമായിട്ടുള്ളതാണ് ഏറ്റവും സുഖം. ഞാൻ ചെറിയ ഫോണാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റേ ഗൂഗിളുമായിട്ടുള്ള മാറിയുള്ളതൊന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് അത് കൊടുക്കാനും പൈസ കൊടുക്കാനും നമ്മൾ പൈസയായിട്ട് നേരിട്ട് ക്യാഷായിട്ട് കൊടുക്കുകയാണ്. ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിന് ബസ്സിന് എന്തെങ്കിലും പോരേണ്ടി വരും, ട്രെയിനിന് പോരേണ്ടാക്കേണ്ടി വരും. അല്ലാണ്ട് അപ്പോൾ രക്ഷയില്ലല്ലോ. ഇല്ല, ഞങ്ങൾ ചെറിയ ഫോണാണ് ഉപയോഗിക്കുന്നത്. റിസർവേഷൻ കൗണ്ടറിലും അവസ്ഥ മറിച്ചല്ല. മൊബൈലിൽ ഡാറ്റ തീരുകയോ നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ ATVMലൂടെ ലോക്കൽ ടിക്കറ്റ് എടുക്കാമെന്ന് മാത്രം. ഡിജിറ്റലൈസേഷൻ സംബന്ധിച്ച് റെയിൽവേ ഔദ്യോഗിക നിർദ്ദേശമൊന്നും നൽകിയിട്ടില്ലെന്ന് പാലക്കാട് ഡിവിഷൻ അധികൃതർ വ്യക്തമാക്കി. ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം S. വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. കഥകളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയായിട്ട് ഇന്നേക്ക് 31 വർഷം. ജീവിതാനുഭവങ്ങളുടെ കരുത്തിൽ സമൂഹത്തിന് നേരെയുള്ള വിമർശനങ്ങളായി പെയ്തിറങ്ങുകയായിരുന്നു ബഷീറിന്റെ ഓരോ കഥയും കഥാപാത്രങ്ങളും. ജീവിതത്തിൽ എന്ന പോലെ സാഹിത്യത്തിലും വിപ്ലവകാരിയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ.
അനുഭവങ്ങളുടെ കരുത്തിൽ നെയ്തെടുത്ത കഥകളിലൂടെ സാധാരണക്കാരുടെ സ്വന്തം എഴുത്തുകാരനായി മാറുകയായിരുന്നു ബഷീർ. സ്വാതന്ത്ര്യ സമരാനുഭവങ്ങൾ, ജയിൽവാസം, വിവിധ വേഷം കെട്ടലുകൾ, സൂഫിമാരുടെ കൂടെയുള്ള സഞ്ചാരം, അങ്ങനെ തൻ്റെ കഥാപാത്രങ്ങളെയും കഥാപരിസരങ്ങളെയും തേടിയുള്ള തീർത്ഥാടനങ്ങൾക്കൊടുവിലാണ് ബഷീർ മലയാള സാഹിത്യത്തിൽ സ്വന്തമായൊരു ചാരുകസേര വലിച്ചിട്ടിരുന്നത്. കടിച്ചാൽ പൊട്ടാത്ത വ്യാകരണ സിദ്ധാന്തം കീറിയെറിഞ്ഞ് ആനവീമ്പ് പോലെ ബഷീറിയൻ സ്റ്റൈലിൽ കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ മലയാളികൾക്ക് വായിക്കാതിരിക്കാനായില്ല. അവരൊക്കെ അധികാരം അല്ലെങ്കിൽ ആ തൊപ്പിയോ പോകുമ്പം പിന്നെ വിസ്മൃതിയിൽ, സാധാരണക്കാരിൽ കഷ്ടത്തിൽ വിസ്മൃതിയായി പോകുന്ന ഒരു കാലഘട്ടത്തിൽ 31 വർഷമായിട്ടും നിങ്ങളൊരാളെ തേടിപ്പോകണമെങ്കിൽ അയാളിൽ എന്ത് പ്രത്യേകത ഉണ്ടാവുമല്ലോ, അതെന്താണെന്ന് കണ്ടുപിടിക്കലാണ് നിങ്ങൾക്ക് ഞാൻ തരുന്ന നിങ്ങൾക്കത്തെ ആൾക്കാർക്ക് ഞാൻ തരുന്നത്. കറുത്തിരുണ്ട് വിരൂപയായ നായിക, ചട്ടുകാലും കോങ്കണ്ണും കൂനുമുള്ള യാചകനായ നായകൻ, എൻ്റെ തങ്കത്തിലെ കഥാപാത്രങ്ങളുടെ ആവിഷ്കാരത്തിൽ തന്നെ ബഷീറിയൻ നയം വ്യക്തമായിരുന്നു. പാത്തുമ്മ, ഒറ്റക്കണ്ണൻ പോക്കർ, മണ്ടൻ മുത്താപ്പ, സാറാമയും കേശവൻ നായരും, ആനവാരി രാമൻ നായർ, പൊൻകുരിശു തോമ, എട്ടുകാലി മമ്മൂഞ്ഞ് തുടങ്ങി ബഷീറിൻ്റെ കഥാപാത്രങ്ങളിലെല്ലാം തന്നെ രൂക്ഷമായ ആക്ഷേപഹാസ്യവും സാമൂഹ്യ വിമർശനങ്ങളും വെളിച്ചത്തിനെന്ത് വെളിച്ചമെന്ന പോലെ തെളിഞ്ഞു നിന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, പത്മശ്രീ പുരസ്കാരം, മുട്ടത്തുവർക്കി അവാർഡും വള്ളത്തോൾ അവാർഡും. എന്നാൽ ലഭിച്ച പുരസ്കാരങ്ങളിലല്ല മലയാളിയുടെ ജനകീയനായ എഴുത്തുകാരൻ എന്നത് തന്നെയാണ് ബേപ്പൂർ സുൽത്താൻ്റെ പകിട്ടേറ്റുന്നത്. കാലമേറെ കഴിഞ്ഞിട്ടും എത്ര തവണ വായിച്ചിട്ടും മലയാളിക്ക് ആ ബഷീറിയൻ ചപ്ലാച്ചി ഭാഷയോടുള്ള പ്രണയം തീരുന്നേയില്ല. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. എഴുത്തിൻ്റെ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീറിനെ ഓർക്കാൻ മലയാളികൾക്ക് ഒരു ദിവസത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഈ മനോഹരമായ അദ്ദേഹത്തിൻ്റെ കൃതികൾ തലമുറയ്ക്ക് അതീതമായി എന്നും ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ഓർമ്മകൾക്ക് ഇരട്ടി മധുരം നൽകാൻ ബഷീർ സ്മാരക മന്ദിരമായ ആകാശമിഠായിയും ഉടൻ പൂർത്തിയാകും. കേരള ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ബേപ്പൂർ ചെറുവണ്ണൂർ റോഡിലുള്ള ഭൂമിയിലാണ് സ്മാരക മന്ദിരം ഉയരുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മാരക മന്ദിരത്തിന് ആകാശമിഠായി എന്നതിനേക്കാൾ മനോഹരമായ മറ്റൊരു പേര് നൽകാനില്ല. ബഷീറിന്റെ പ്രേമലേഖനം എന്ന കൃതിയിൽ ഹിന്ദുവായ കേശവൻ നായരും ക്രിസ്ത്യാനിയായ സാറാമയും പ്രണയിച്ചു വിവാഹിതരായപ്പോൾ അവർക്ക് ജനിച്ച കുഞ്ഞിന് നൽകിയ പേര്, ജാതിയും മതവും നോക്കാതെ മതേതരമായി നൽകിയ മനോഹരമായ പേര്. ബഷീർ സ്മാരക മന്ദിരത്തിന് ഇത്ര അനുയോജ്യമായ പേര് നൽകിയത് മന്ത്രിയും തന്റെ സുഹൃത്തുമായ PA മുഹമ്മദ് റിയാസ് ആണെന്ന് ബഷീറിന്റെ മകൻ അനീസ് ബഷീർ പറഞ്ഞു. റിയാസ് പറഞ്ഞാണ് ഈ സ്മാരകത്തിന് കൊടുക്കാവുന്ന ഏറ്റവും മികച്ച മതേതരമാവുണ്ടാണ് ആകാശം മിഠായി. അങ്ങനെയാണല്ലോ സാറാമയും കേശവൻ നായരും ഒരു മതേതര ആണല്ലോ ഈ ആകാശം മിഠായി. കേരളത്തിലെ ഏറ്റവും കിട്ടാവുന്ന ഒരു സ്മാരകത്തിന് കിട്ടാവുന്ന ഏറ്റവും ആപ്റ്റ് പേരാണ് ആകാശം മിഠായി. ഓപ്പൺ തിയേറ്റർ, മ്യൂസിയം, ശില്പോദ്യാനം, ഗ്രന്ഥാലയം, പൂന്തോട്ടം, മുതിർന്നവർക്കും ചെറുപ്പക്കാർക്കുമുള്ള വിശ്രമ കേന്ദ്രം എന്നിവയെല്ലാം ചേർന്നതാണ് സ്മാരക മന്ദിരം. ആകാശമിഠായി യാഥാർത്ഥ്യമാകുന്നതിലൂടെ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ആഗ്രഹമാണ് സഫലമാകാൻ പോകുന്നതെന്ന് ബഷീറിന്റെ ശിഷ്യനും മാന്ത്രികനുമായ പ്രദീപ് ഹുഡിനോ പറഞ്ഞു. ബേപ്പൂർ കമ്മ്യൂണിറ്റി ഹാളും അതിൻ്റെ പിൻവശത്തുള്ള ഒരു ആയുർവേദ ആശുപത്രിക്ക് വേണ്ടി ആലോചിച്ചിരുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. അതെല്ലാം ചേർത്തുകൊണ്ട് ബഷീർ സ്മാരകം ഉയർന്നു വരുന്നത് ഇത് മലയാളികളുടെ ഒരു ഒരു മനസ്സിന് കുളിർമ നൽകിക്കൊണ്ട് ഒരു വ്യത്യസ്തമായൊരു സ്മാരകം ഉയരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇടയ്ക്ക് ചില പ്രതിസന്ധികൾ കാരണം സ്മാരക മന്ദിരത്തിന്റെ പ്രവൃത്തി നിർത്തിവെച്ചിരുന്നു. വീണ്ടും പ്രവൃത്തി ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. ജനുവരിയിൽ ബഷീറിന്റെ ജന്മദിനത്തിനു മുമ്പ് ആകാശമിഠായി യാഥാർത്ഥ്യമാകണമെന്നാണ് മലയാളികളുടെ ആഗ്രഹം. അമൃത ന്യൂസ്, കോഴിക്കോട്. ആലപ്പുഴയിൽ ഹൗസ് ബോട്ട് ടൂറിസം മേഖലയിലെ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുന്നത് സംബന്ധിച്ച് തർക്കം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ സമരത്തിലേക്ക്. വ്യവസ്ഥകൾ പരിഷ്കരിക്കുവാനായി ചേർന്ന യോഗം ചിലരെ മാത്രം അറിയിച്ച് ഏകപക്ഷീയമായാണ് നടന്നത് എന്നതാണ് തർക്കമുണ്ടാകാൻ കാരണം. ബോട്ട് ഉടമകളുടെ സംഘടനയെ യോഗം അറിയിച്ചില്ല എന്നതാണ് ഉടമകളുടെ വാദം. പുതിയതായി രൂപീകരിച്ച സ്വതന്ത്ര സംഘടനയുടെ കീഴിലാണ് തൊഴിലാളികൾ സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഒരു ബോട്ട് പോലും സർവീസ് നടത്താതെ ശക്തമായ സമരം നടത്താനാണ് തൊഴിലാളികളുടെ തീരുമാനം. സമരം ശക്തമായാൽ ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് സഞ്ചാരം നിലയ്ക്കും. ഒരു ദിവസം പണിമുടക്കിയാൽ പോലും മേഖലയ്ക്ക് വൻ നഷ്ടമുണ്ടാകുന്ന സാഹചര്യത്തിലാണ് അനിശ്ചിതകാല സമരത്തിന് തൊഴിലാളികൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്നാൽ എല്ലാ സംഘടനകളെയും അറിയിക്കാതെ യോഗം ചേർന്നുവെന്നാണ് ഹൗസ് ബോട്ട് ഉടമകളുടെ ആക്ഷേപം. ഏകപക്ഷീയമായി യൂണിയൻ തീരുമാനിച്ചു എന്ന് വേണം പറയാൻ. പക്ഷേ കാലാകാലങ്ങളിൽ ഇവിടെ നവംബർ ഓണത്തിനോടനുബന്ധിച്ചുള്ള സമയങ്ങളിലാണ്
ഈ സാലറി ചർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്തവണ അതിനെല്ലാം വ്യത്യസ്തമായിട്ട് ഈ ജൂണിൽ അങ്ങനൊരു തീരുമാനം അവരെടുക്കുകയാണ് ഉണ്ടായത്. അതായത് ലേബർ ഓഫീസറുടെ മുമ്പിൽ കഴിഞ്ഞ മാസം ലേബർ ഓഫീസറുടെ മുമ്പിൽ നമുക്ക് അറിയാൻ സാധിച്ചു, നമ്മൾ പോയിട്ടില്ല, നമ്മളെ വിളിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്കതിൻ്റെ വിവരങ്ങൾ കേട്ടറിഞ്ഞും ഈ വ്യവസ്ഥകൾ കണ്ടു അറിഞ്ഞേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതായത് ഈ കഴിഞ്ഞ മാസം ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ ഏതാണ്ട് യൂണിയൻ്റെ 5 പ്രതിനിധികളും അസോസിയേഷൻ്റെ ഒരു സംഘടനയിലെ ഒരു ട്രഷറർ എന്ന് പറയുന്ന ടോം എന്ന് പറയുന്ന ഒരാൾ, അവരുമായിട്ട് മാത്രം ചർച്ച നടത്തിക്കൊണ്ട് ഇവർ സേവന വ്യവസ്ഥകൾ അവർ തന്നെ തീരുമാനിക്കുകയും ആ തീരുമാനങ്ങളിൽ ഇയാളെ നിർബന്ധിച്ച് ഒപ്പിടിയിച്ചിട്ട് ഇത് പബ്ലിഷ് ചെയ്യുകയാണ് ഉണ്ടായത്. CIT യൂണിയൻ ചെയ്തത്. എല്ലാ അസോസിയേഷൻ്റെയും പ്രതിനിധികളെ വിളിച്ചിരുത്തി ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ യൂണിയൻ്റെ പ്രതിനിധികൾ ഇരുന്നുകൊണ്ട് ഒരു വ്യവസ്ഥാപിതമായ ഒരു തീരുമാനങ്ങൾ ഉണ്ടാകാത്തോളം കാലം ഈ സാലറി വർധനവിനെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ലേബർ ഓഫീസറുടെ അധ്യക്ഷതയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ആദ്യ യോഗത്തിലാണ് ഹൗസ് ബോട്ട് മേഖലയിലെ തൊഴിലാളികളുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിച്ചത്. എന്നാൽ ഈ യോഗം ബോട്ടുടമകളുടെ സംഘടനയെ അറിയിച്ചില്ല എന്ന ആക്ഷേപം ശക്തമാണ്. ഇതിനെ തുടർന്ന് തർക്കം പരിഹരിക്കുന്നതിനായി ജില്ലാ ലേബർ ഓഫീസർ വിളിച്ചു ചേർത്ത യോഗം അലസിപ്പിരിഞ്ഞിരുന്നു. CITU യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതിനെ തുടർന്നാണ് ചർച്ച പരാജയപ്പെട്ടത്. 2000-ലധികം ഹൗസ് ബോട്ടുകളാണ് ആലപ്പുഴയിലും പരിസര പ്രദേശങ്ങളിലുമായി സർവീസ് നടത്തുന്നത്. ബോട്ടുടമകൾ നിലപാടിൽ നിന്ന് പിന്തിരിയാതിരിക്കുകയും സമരം ശക്തമാവുകയും ചെയ്താൽ ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് ടൂറിസം മേഖല കൂടുതൽ പ്രതിസന്ധി അമൃത ന്യൂസ്, ആലപ്പുഴ. 50 ദിവസം പിന്നിട്ട ദൗത്യത്തിന് ശേഷവും മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയെ പിടികൂടാനായില്ല. ഈ പലവട്ടം കടുവയെ ദൗത്യ സംഘങ്ങളുടെയും നാട്ടുകാരും നേരിൽ കണ്ടെങ്കിലും കടുവ രക്ഷപ്പെടുകയായിരുന്നു. നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയ കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അങ്ങനെ പ്രതിഷേധവും ശക്തമാവുകയാണ്. ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും നടത്തും. കഴിഞ്ഞ മെയ് 15-നാണ് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കാളികാവ് അടയ്ക്കാക്കുണ്ടിൽ വെച്ച് കടുവ കൊലപ്പെടുത്തിയത്. തുടർന്ന് പ്രത്യേക ദൗത്യസംഘം രൂപീകരിച്ച് കടുവയെ പിടികൂടാനുള്ള ശ്രമം ആരംഭിച്ചു. പലയിടങ്ങളിലും കൂടുകളും ലൈവ് സ്ട്രീമിംഗ് ക്യാമറകളും സ്ഥാപിക്കുകയും ചെയ്തു. 60-അംഗ RRT സംഘം 4 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് കാളികാവിലെ വനമേഖലകളിലും എസ്റ്റേറ്റുകളിലും വ്യാപക പരിശോധന നടത്തി. ഇതിനിടയിൽ പലയിടങ്ങളിലും തൊഴിലാളികൾ കടുവയെ നേരിൽ കണ്ടു. തിരച്ചിലിനിടെ 2 തവണ ദൗത്യസംഘം തൊട്ടരികിൽ കടുവയെ കണ്ടെങ്കിലും വെടിവെക്കാനായില്ല. ഇതിനിടയിൽ ദൗത്യസംഘം കടുവയ്ക്കായി സ്ഥാപിച്ച കൂട്ടിനുള്ളിൽ പുലി കുടുങ്ങിയിരുന്നു. ഇന്നലെ പാന്തറ പുറ്റള കോളനിയുടെ സമീപത്ത് കടുവയെ കണ്ടതായി വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് നടന്ന പരിശോധനയിൽ സാന്നിധ്യം സ്ഥിരീകരിച്ചെങ്കിലും കണ്ടെത്താനായില്ല. അതേസമയം ദിവസങ്ങൾ പിന്നിട്ട ദൗത്യത്തിന് ശേഷവും നാട്ടിൽ ഭീതി പരത്തുന്ന കടുവയെ പിടികൂടാത്തതിൽ നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കുകയാണ്. കടുവാഭീതിയിൽ ജോലിക്ക് പോകാനാകാതെ വന്നതോടെ പല തൊഴിലാളികളുടെയും ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ്. കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കാളികാവ് വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. അമൃത ന്യൂസ്, മലപ്പുറം. സ്വന്തമായി കെട്ടിടമോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാതെ പരിമിതമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ കലാലയമുണ്ട് ഇടുക്കിയിൽ. 2018-ൽ ആരംഭിച്ച ശാന്തൻപാറ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് LP സ്കൂൾ കെട്ടിടത്തിലാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വലിയ പ്രഖ്യാപനങ്ങളോടെയാണ് ഇടുക്കിയിലെ 3ാമത്തെ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജായ ശാന്തൻപാറ കോളേജ് ആരംഭിച്ചത്. പൂപ്പാറ LP സ്കൂളിന്റെ കെട്ടിടത്തിലാണ് നിലവിൽ ക്ലാസുകൾ പ്രവർത്തിക്കുന്നത്. കോളേജിനായി റവന്യൂ വകുപ്പിൽ നിന്ന് സ്ഥലം വിട്ടു നൽകിയിരുന്നു. കെട്ടിട നിർമ്മാണത്തിനായി സർക്കാർ ആദ്യം 7 കോടി രൂപ അനുവദിച്ചെങ്കിലും 3 വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണം ആരംഭിക്കാത്തതിനാൽ ഭരണാനുമതി നഷ്ടമായി. കഴിഞ്ഞ ബജറ്റിൽ വീണ്ടും 20 കോടി അനുവദിച്ചെങ്കിലും ടെൻഡർ നടപടികൾ വൈകുകയാണ്. 2018-ൽ 7 കോടി രൂപ ഈ ഗവൺമെന്റ് പ്രാഥമിക നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി പുതിയ കെട്ടിടത്തിന് വേണ്ടി നൽകിയെങ്കിൽ പോലും ഇന്ന് ഏകദേശം 8 വർഷക്കാലമായിട്ട് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോളേജ് ഹോസ്റ്റലും കെട്ടിടവും ഉൾപ്പെടെ 105 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനാണ് മുൻപ് തയ്യാറാക്കിയത്. നിലവിലെ ടെൻഡർ നടപടികൾ പൂർത്തിയായി നിർമ്മാണം ആരംഭിച്ചാൽ 40 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുമെന്നാണ് പ്രതീക്ഷ. അപര്യാപ്തതകളുടെ നടുവിലാണ് നിലവിൽ ക്ലാസുകൾ പ്രവർത്തിക്കുന്നത്. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അവിടെ ഏകദേശം 30,000 സ്ക്വയർ ഫീറ്റോളം വേക്കൻ്റ് ആയിട്ടുണ്ട്. ആ 30,000 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ പൂർത്തിയായി വരുന്നുണ്ട്. ബിരുദാനന്തര കോഴ്സുകളിലായി 300 സീറ്റുകൾ ഉണ്ടെങ്കിലും കോളേജിലെ അപര്യാപ്തതകൾ മൂലം ഓരോ വർഷവും അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവും കുറയുകയാണ്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. കോഴിക്കോട് കുന്തമംഗലത്തെ കമ്മാണ്ടിക്കടവ് പാലം ശോചനീയാവസ്ഥയിൽ തുടരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളാകുമ്പോഴും പരിഹാരമാകലെ. കുന്തമംഗലം ചാത്തമംഗലം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം കഴിഞ്ഞ പ്രളയകാലത്താണ് തകർന്നത്. കൈവരി പോലും ഇല്ലാത്ത പാലത്തിലൂടെ സാഹസികമായാണ് പ്രദേശവാസികളുടെ യാത്ര. പാലം പുനർനിർമ്മിച്ചു തരണമെന്നാണ് ഇവരുടെ ആവശ്യം. കുന്നമംഗലം
ചാത്തമംഗലം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കമ്മാണ്ടിക്കടവ് പാലം യാഥാർത്ഥ്യമായത് 15 വർഷം മുമ്പാണ്. ഏറെ നാളായുള്ള പാലം എന്ന ആഗ്രഹം സഫലമായതിന്റെ സന്തോഷത്തിലായിരുന്നു പ്രദേശവാസികൾ. എന്നാൽ ഇപ്പോൾ ഇവർക്ക് പറയാനുള്ളത് മുൻപുണ്ടായിരുന്ന തോണിയായിരുന്നു പാലത്തേക്കാൾ ഭേദമെന്നാണ്. കാരണം 2018 പ്രളയത്തിന് ശേഷം ശോചനീയാവസ്ഥയിലായ പാലത്തിലൂടെ ജീവൻ പണയം വെച്ചാണ് ഇവരുടെ യാത്ര. തിലാശ്ശേരി, പൊയ്യ തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവരാണ് പ്രധാനമായും പാലത്തെ ആശ്രയിക്കുന്നത്. കുന്നമംഗലം പഞ്ചായത്തിലുള്ളവർക്ക് ചാത്തമംഗലത്തെ സ്കൂളിലേക്കും ആശുപത്രിയിലേക്കുമെല്ലാം എളുപ്പമെത്താൻ ആകെയുള്ള ആശ്രയം ഈ പാലമാണ്. ഇവിടെ ചാത്തമംഗലം പഞ്ചായത്തിലെ ഹയർ സെക്കൻഡറി സ്കൂൾ, അതേപോലെ തന്നെ ചാത്തമംഗലം പഞ്ചായത്തിൽ പെട്ടിട്ടുള്ള KMCT മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ഇതിനെ ആശ്രയിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. അവിടേക്ക് പോകുന്ന വിദ്യാർത്ഥികളും വൃദ്ധരുമായിട്ടുള്ള ആളുകൾ, രോഗികളായിട്ടുള്ള ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ജില്ലാ പഞ്ചായത്ത് ഫണ്ട് പ്രകാരം നിർമ്മിച്ചിട്ടുള്ള ഈ കൈവരി കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയിട്ടുള്ളതാണ്. അപ്പോൾ ആ നശിച്ചു പോയിട്ടുള്ള കൈവരി ഇതുവരെ നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് ഒരു അധികാരികളും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. സ്കൂൾ കുട്ടികളടക്കം നിരവധി പേർ ദിനംപ്രതി സഞ്ചരിക്കുന്ന പാലത്തിന് കൈവരിയുമില്ല. ഒരു വർഷത്തോളം ഇതിൻ്റെ കൈവരികൾ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ തകർന്നതാണ്. നന്നാക്കാതെ യാത്രക്കാർക്കും കുട്ടികൾക്കും വൃദ്ധന്മാർക്കും ഒക്കെ ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ കിടക്കുന്നത്. പാലത്തിനടിയിലെ പൈപ്പിനിടയിൽ മാലിന്യം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് പുഴ ഗതി മാറി ഒഴുകുന്ന അവസ്ഥയിലാണ്. പാലം പുനർനിർമ്മിക്കാനുള്ള ആവശ്യവുമായി കുന്നമംഗലം പഞ്ചായത്തിനെ പലതവണ സമീപിച്ചെങ്കിലും പരിഹാരം ഉണ്ടാകുന്നില്ല എന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം. പലവട്ടം പഞ്ചായത്തിനോടും മറ്റുള്ള അധികാരികളോടും ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഒരു മനുഷ്യജീവന് തീരെ വിലയില്ലാത്ത രീതിയിലുള്ള ഒരു നിഗമനമാണ് അല്ലെങ്കിൽ ഒരു തീരുമാനമാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഏത് നിമിഷവും അപകടം സംഭവിക്കാൻ പാകത്തിലാണ് ഈ പാലമുള്ളത്. അപകടമുണ്ടായതിനു ശേഷമുള്ള പരിഹാരമല്ല പ്രദേശവാസികൾക്ക് ആവശ്യം, അതിന് മുൻപാണ്. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. തൃശൂർ കൊടകരയിൽ ദളിത് യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് പോലീസും സ്വകാര്യ ആശുപത്രിയും പ്രതികളും ചേർന്ന് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന് പരാതി. കൊടകരയിലെ സ്വകാര്യ ആശുപത്രി നൽകിയ തെറ്റായ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് കേസിൽ പ്രതി ഇടക്കാല ജാമ്യം നേടിയെന്നും കൊലപാതക ശ്രമം വ്യക്തമാക്കുന്ന രേഖകൾ മറച്ചുപിടിച്ചാണ് സ്വകാര്യ ആശുപത്രി നൽകിയ തെറ്റായ സർട്ടിഫിക്കറ്റ് പോലീസ് കോടതിയിൽ ഹാജരാക്കിയതെന്നും പരാതിക്കാരൻ പറയുന്നു. ഇക്കഴിഞ്ഞ ഏപ്രിൽ 16 രാത്രി 11 മണിക്കാണ് കൊടകര ചെറുകുന്ന് സ്വദേശിയായ അക്ഷയ് കൃഷ്ണനെ വഴിയിൽ തടഞ്ഞു നിർത്തി അസഭ്യം പറഞ്ഞ ശേഷം പ്രദേശവാസിയായ സിദ്ധൻ ഭായ് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത്. കഴുത്തിനു നേരെ വെട്ടുകത്തി ഉപയോഗിച്ചുള്ള ആക്രമണം അക്ഷയ് കൈകൊണ്ട് തടഞ്ഞു. പരിക്കേറ്റ അക്ഷയെ സിദ്ധന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ബൈക്ക് അപകടത്തിലാണ് യുവാവിന് പരിക്കേറ്റതെന്നാണ് ഇവർ തങ്ങൾക്ക് സ്വാധീനമുള്ള ആശുപത്രി അധികൃതരെ അറിയിച്ചിരിക്കുന്നതെന്ന് പരാതിക്കാരൻ പറയുന്നു. ഇതിന് പിന്നിൽ കുറേ രാഷ്ട്രീയക്കാരും ഇതൊക്കെ ഉണ്ട്. എന്നെ വെട്ടിയാളെ രക്ഷപ്പെടുത്താനായിട്ട് രാഷ്ട്രീയക്കാരും കുറച്ച് പേര് അവരുടെ കൂടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റലിലെ ആ രാഷ്ട്രീയക്കാരും അവർ തമ്മിൽ നല്ല കണക്ഷനും നല്ല ബന്ധത്തിലുള്ളവരാണ്. അതുകൊണ്ടായിരിക്കാം എൻ്റെ ഇൻറ്റിമേഷൻ ബൈക്കും കൂട്ടിയിടിച്ചു കൊണ്ട് കൊടുത്തത് മറ്റേ സിദ്ധനെ രക്ഷപ്പെടുത്താൻ വേണ്ടി. തുടർന്ന് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നേടിയ അക്ഷയ് പോലീസിൽ വിവരമറിയിക്കുകയും തൊട്ടടുത്ത ദിവസം കൊടകര പോലീസ് സിദ്ധനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ അതേ ദിവസം തന്നെ അക്ഷയ് കൃഷ്ണനെ ഭീഷണിപ്പെടുത്തി സിദ്ധൻ ഭായിയുടെ ബന്ധുക്കൾ സംഭവത്തിൽ പരാതിയില്ലെന്ന് ഒപ്പിട്ടു വാങ്ങി. ഈ രേഖ ഉപയോഗിച്ചാണ് കൊടുങ്ങല്ലൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് പ്രതി ഇടക്കാല ജാമ്യം നേടിയത്. അവർ ഇൻറ്റിമേഷൻ ആക്സിഡൻ്റ് ആക്കുമെന്ന് എനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാൻ ചാലക്കുടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറുടെ കാര്യങ്ങൾ പറഞ്ഞ്. അപ്പോൾ ഡോക്ടർ കറക്റ്റായിട്ടുള്ള ഇൻറ്റിമേഷൻ എനിക്ക് അവിടെ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു, സ്റ്റേഷനിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ബെയിൽ അപ്ലിക്കേഷനിൽ കൊടുത്തത് ഞാൻ കള്ളു പിടിച്ച് ബൈക്കും കൂട്ടിയിടിച്ചെന്ന് പറഞ്ഞിട്ടാണ് അവർ കൊടുത്തത്. ശേഷം ഹൈക്കോടതിയിൽ നിന്നും സിദ്ധൻ മുൻകൂർ ജാമ്യം നേടി. കോടതിയിൽ സമർപ്പിച്ച രേഖകൾക്കൊപ്പം ബൈക്ക് അപകടത്തിലാണ് അക്ഷയ് പരിക്കേറ്റതെന്ന സ്വകാര്യ ആശുപത്രിയുടെ വൂണ്ട് സർട്ടിഫിക്കറ്റും സിദ്ധൻ ഭായ് നൽകിയതോടെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഇന്ററിംഗ് ഓർഡറും പ്രതിക്ക് ലഭിച്ചു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും SC/ST കമ്മീഷനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും യുവാവ് പരാതി നൽകിയിരിക്കുകയാണ്. നിയമപരമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് യുവാവിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തൃശൂർ. വിപണി വിലയിരുത്തലുമായി ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ K. ദിലീപ് ചേരുകയാണ്. ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. ഈ ഒരു വാരം വിപണി എങ്ങനെയായിരുന്നു? ഇനി വരുന്ന ആഴ്ച എന്ത് പ്രതീക്ഷിക്കാം? വളരെ വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ കണ്ട ആഴ്ചയായിരുന്നു കടന്നുപോയത്. വാരാന്ത്യം വിപണി നഷ്ടത്തിൽ അവസാനിക്കുകയും ചെയ്തു. മുൻനിര സൂചികയായ സെൻസെക്സ് നിഫ്റ്റിയിലും ഏതാണ്ട് 0.7% നഷ്ടമാണ് ഉണ്ടായത്. രണ്ടാം നിര ചെറുകിട ഓഹരികളിലും ചില ദിവസങ്ങളിൽ വിൽപ്പന ഉണ്ടായിരുന്നെങ്കിലും കാര്യമായ രീതിയിൽ
അത്തരം ഓഹരികളെ വീഴ്ച ബാധിച്ചില്ല. ആഗോള സാഹചര്യങ്ങൾ തൃപ്തികരമായിരുന്നു. ആഗോള വിപണികളെല്ലാം നേട്ടത്തിലായിരുന്നപ്പോഴും നമ്മുടെ വിപണിയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു വിൽപ്പനയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അത്ര സജീവമായിരുന്നില്ല എന്ന് മാത്രമല്ല, പല ദിവസങ്ങളിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളോടൊപ്പം ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും വിപണിയിൽ അറ്റ വിൽപ്പനയിലായിരുന്നു എന്നതാണ്. ഇന്നലത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നലെ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും വിപണിയിൽ അറ്റ വിൽപ്പനയിലായിരുന്നു. ഈ ഘടകങ്ങളൊക്കെയാണ് വിപണിയുടെ വീഴ്ചയിൽ കാര്യമായി പ്രതിഫലിച്ചത്. എന്നാൽ 25,500 എന്നുള്ള നിലവാരത്തിന് മുകളിൽ വ്യാപാരം അവസാനിപ്പിക്കുന്നതിന് സാധിച്ചു. അത് വലിയൊരു കാര്യം തന്നെയാണ്. ആ ഒരു നിലവാരത്തിന് മുകളിൽ വ്യാപാരം അവസാനിപ്പിച്ച ഉടനെ വരും ദിവസങ്ങളിലും നേരിയ തോതിലെങ്കിലും നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു സാങ്കേതിക നിലവാരവും പ്രധാനവുമാണ്. എന്തായാലും വരുന്ന ആഴ്ചയിലും വലിയ തോതിലുള്ള നീക്കങ്ങൾക്കൊന്നും സാധ്യതയില്ലെങ്കിൽ കൂടിയും 25,200, 25,800 എന്നുള്ള ഒരു നിലവാരത്തിലായിരിക്കും വിപണി നീങ്ങുക. ഇനി വിപണിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വലിയൊരു നീക്കം സാധ്യമാകണമെങ്കിൽ എന്തെങ്കിലും ഘടകങ്ങൾ വിപണിക്ക് പ്രോത്സാഹനത്തിനുണ്ടാവണം, അല്ലെങ്കിൽ സ്വാധീനിക്കാനുണ്ടാവണം. അങ്ങനൊരു ഘടകം ഇനി ആഭ്യന്തര തലത്തിൽ പ്രതീക്ഷിക്കുന്ന കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളാണ്. അത് ഈ മാസം പകുതിയോടുകൂടെ വന്നു തുടങ്ങും. പ്രവർത്തന ഫലങ്ങൾ മികച്ചതാവുകയാണെങ്കിൽ തീർച്ചയായും അത് വിപണിയുടെ മുന്നോട്ട് നീക്കത്തിൽ സഹായമാവുകയും ചെയ്യും. എന്തായാലും അടുത്ത ആഴ്ചയും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കണം.